13-ാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. തിരുവല്ലയിലെ ഹോട്ടലിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്ലബ് 7 ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതി ഉൾപ്പെടെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഈ തെളിവെടുപ്പിൽ പൂർണ്ണമായും സഹകരിക്കുന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ? ഒരു സഹകരണമൊന്നും രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതായി നമുക്ക് പറയാൻ കഴിയില്ല. കാരണം രാഹുലിന്റെ പ്രതികരണം നമുക്ക് ശ്രമിക്കാം. രാഹുൽ ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ക്ലബ്സ് പരിശോധന പൂർത്തിയാക്കിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംഘം പുറത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും പ്രവീണ, ഈ ക്ലബ് 7 ഹോട്ടലിലെ പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനുശേഷം രാഹുലുമായി അന്വേഷണ സംഘം ഒരുപക്ഷേ ഈ നമ്മുടെ പത്തനംതിട്ടയിലെ എയർ ക്യാമ്പിലേക്കായിരിക്കും പോവുക. രാഹുൽ ഇപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. രാഹുൽ ഒരു തരത്തിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മൗനമായി നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും 408 നമ്പർ മുറിയിലാണ് പരിശോധന നടത്തിയത്. ഇവിടെയാണ് ആ പെൺകുട്ടിയെ കൊണ്ട് റൂം എടുപ്പിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള പ്രധാന തെളിവെടുപ്പാണ് ഇപ്പോൾ തിരുവല്ലയിൽ പുരോഗമിക്കുന്നത്. ക്ലബ് 7 ഹോട്ടലിൽ നിന്ന് തെളിവെടുപ്പിന് ശേഷം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇനി പോലീസ് ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടത്തിലുമായി എയർ ക്യാമ്പിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് ഷഫീദ് റാവുത്തർ നൽകുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പ്രധാനപ്പെട്ടതാണ് തെളിവെടുപ്പ്. പോലീസുമായി എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പോലീസ് പറഞ്ഞത് രാഹുൽ അന്വേഷണവുമായി തീരെ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് ഡിവൈസസ് ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ വളരെ പ്രധാനപ്പെട്ട തെളിവുകളാണ്. പ്രത്യേകിച്ച് ഈ യുവതിയുമായി നടത്തിയ ചാറ്റുകൾ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതായിരിക്കും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്. കാരണം ഈ യുവതിയിൽ നിന്ന് പലപ്പോഴായി പണം രാഹുൽ മാങ്കൂട്ടത്തിൽ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്ളാറ്റ് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ പ്രധാനപ്പെട്ട തെളിവെടുപ്പ് ഇനിയും പുരോഗമിക്കേണ്ടതുണ്ട്. നാളെ വൈകിട്ട് വരെ മാത്രമാണ് പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വെക്കാനാവുക. അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.